ഈ ജുവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും എന്നവാ ആഭരണം ഭയങ്കര എന്താ പറയാ വിലപിടിപ്പുള്ള ഒരു സാധനം. ആ ഒരു പേര് അപ്പനും അമ്മയും എങ്ങനെ കണ്ടുപിടിച്ചത്? അത് അവരോട് ചോദിക്കണം ഈ ചോദ്യം. പക്ഷെ എന്നാലും ചോദിച്ചിട്ടില്ല എപ്പോഴെങ്കിലും? അപ്പൊ ഞാൻ ആക്ച്വലി ജൂലൈ ബോൺ ആണ്, ജൂലൈ 11th ആണ് എന്റെ ബർത്ത്ഡേ. അപ്പൊ അവര് ജെ വെച്ചിട്ട് ഇങ്ങനെ പേര് അന്വേഷിച്ചു വന്ന് ആൻഡ് സംബഡി സജസ്റ്റഡ് ജുവൽ. പക്ഷെ ജുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭരണം എന്നല്ല ഒരാളുടെ പേര് വരുമ്പോ പ്രഷ്യസ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഇട്ട പേരാണത്. ഐ ഹാവ് സിബ്ലിങ്സ്. എനിക്ക് അനിയനും അനിയത്തിയും ഉണ്ട്. ഒരാൾ US-ലും ഒരാൾ കാനഡയിലും. അവരൊക്കെ സെറ്റിൽഡ് ആണ്. അപ്പന്റെ അമ്മയുടെ ഫസ്റ്റ് ചൈൽഡ്, സോ ദാറ്റ് ഈസ് സോ പ്രഷ്യസ്. അപ്പം എത്രയായാലും അതിന് അത് തന്നെയല്ലേ പേര് വരുള്ളൂ അല്ലേ? അങ്ങനെയാണ് സജസ്റ്റഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവര് ഇട്ടപ്പോ അവർക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. വളർന്നു വന്നപ്പോ പ്രതീക്ഷ കൂടിയതല്ലേ ഉള്ളൂ. പ്രതീക്ഷയ്ക്ക് നേരെ വിപരീതമായിട്ടുള്ള വളർച്ച കൊണ്ട് അവർക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ അമ്മ ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ എന്തോ വയ്യായി വന്ന് സെയിം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. അപ്പൊ അപ്പുറത്തെ റൂമിലുണ്ടായിരുന്ന പേഷ്യൻസ് ഞാനോട്ട് ഭയങ്കര കമ്പനി. അപ്പൊ അവരുടെ മകൾ എന്തോ പ്രസവിക്കാൻ നിൽക്കുവാണ്. അപ്പൊ പുള്ളിക്കാരത്തി വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു മോളുണ്ടാവുമ്പോ ജുവലിന് ഞാൻ പേരിട. എന്റെ അമ്മ, ഇടരുത്, ഡോണ്ട് ഡു ദാറ്റ്, ഞങ്ങൾക്ക് പറ്റാവുന്ന പറ്റരുത് എന്നുള്ള രീതിയിൽ. പഠിക്കുന്ന സമയത്തും ടീച്ചർമാർക്ക് പണിയായിരുന്നായിരിക്കുമല്ലോ. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര സ്നേഹം. ഞാൻ പഠിച്ച എല്ലാ ബാച്ചും എന്റെ പേരിൽ അറിയപ്പെട്ടിട്ടുള്ളൂ. അന്ന് എന്റെ പേര് മേരി ജുവൽ എന്നാണ്. എന്റെ ഒഫീഷ്യൽ നെയിം ഇസ് മേരി ജുവൽ. സോ മേരി ജുവലിന്റെ ബാച്ച്, മേരി ജുവലിന്റെ ക്ലാസ്, മേരി ജുവലിന്റെ ഫ്രണ്ട്സ്. ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ? അന്ന് ആർക്കും ഇഷ്ടമില്ലായിരുന്നു. വെരി ഗുഡ്. തല തിരിഞ്ഞു പോയി, അത് നശിച്ചു പോയി നന്നാവട്ടെ എന്നുള്ളത്. പക്ഷെ എന്നാന്നറിയോ, ഞാനിപ്പോ ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ജുവലിന് എല്ലാത്തിനും ഓരോ ചോദ്യം ഉണ്ട്, അതിനെ അറിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ എന്നല്ലേ. അപ്പൊ നാച്ചുറലി ഞാൻ ആ സൈഡാ ചിന്തിക്കുന്നത്. അതായത് വെച്ചാൽ പഠിക്കുന്ന പിള്ളേർക്ക് ഒത്തിരി സംശയവും, അപ്പൊ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര കെയറിങ് ആയിരിക്കും. ഞാൻ വിചാരിച്ചാൽ പുസ്തകത്തിലുള്ളതിനെ പറ്റി എനിക്കൊരു സംശയവുമില്ല. അത് എന്തുവാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ ഞാനത് പരീക്ഷയുടെ സമയമാകുമ്പോ നമ്മളത് മഗപ്പ് ചെയ്യുന്നു, ഞാൻ പാസ്സാവുന്നു. അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ടായിരുന്നു. ഇല്ല, തോൽക്കണ സ്വഭാവം ഉണ്ടായിരുന്നു. മനഃപൂർവ്വം തോക്കും. ഒരു രസത്തിനൊക്കെ ഞാൻ എക്സാം നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഒരു സിസ്റ്റർ എന്റെ പ്രോഗ്രസ് കാർഡ് കാണിച്ചിട്ട് എന്റെ അമ്മ എടുത്ത് പറഞ്ഞതാ, ബുദ്ധി ഇല്ലാണ്ട് തോക്കണ പിള്ളേരെ കണ്ടിട്ടുണ്ട്, പഠിക്കാൻ കഴിവില്ലാണ്ട് തോക്കണ പിള്ളേരെ കണ്ടിട്ടുണ്ട്, അഹങ്കാരം കൊണ്ട് തോക്കണവരുടെ അതിനെ ആദ്യമായിട്ട് കാണാം 3 മാർക്ക് നിങ്ങളെ മോക്ക് കിട്ടിയിട്ടുള്ളത്. അമ്മ എന്നെ നോക്കി, പേരും ഇതെങ്കിലും എഴുതിക്കൂടായിരുന്നു ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഈ ശരിക്കും പറഞ്ഞ ജുവൽ ആങ്കറായിട്ട് തന്നെയാ വന്നേ. അപ്പൊ ആ ആങ്കറിലേക്ക് വരാൻ ഈ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടി ഒരു ബന്ധമില്ല. അത് കറക്റ്റാണ്, ഒരു ബന്ധമില്ല. ഞാൻ ആക്ച്വലി എന്റെ ചൈൽഡ്ഹുഡ് മുതലേ ഭയങ്കര സ്റ്റേജ് എന്തൂസിയാസ്റ്റ് ആണ്. എന്ത് പെർട്ടിക്കുലർ പരിപാടിന്നില്ല, എന്തിനും കയറ്റി വിട്ടാ മതി. എന്നെ സ്റ്റേജിലോട്ടൊന്ന് കയറ്റി വിടുക. ഞാൻ വെറുതെ അവിടെ നിൽക്കാനാണെങ്കിലും ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. ഞാൻ എന്റെ കുഞ്ഞിലെ എന്റെ പപ്പ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിങ്ങനെ കണ്ടിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഫാസിനേഷൻ. അപ്പൊ ഞാൻ ഫസ്റ്റ് ചൈൽഡ് ആണല്ലോ. അപ്പൊ ഞാനാണ് ഇത് കണ്ടിട്ടുള്ളത്. പുള്ളിയുടെ യങ്ങർ ഏജിൽ പുള്ളി ചെയ്തിട്ടുള്ള കാര്യങ്ങളും, നാടകം, പപ്പ ഹീറോ ഒക്കെ ആയിരുന്നു. പപ്പ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പൊ നഴ്സിംഗ് പഠിക്കുമ്പോഴും ഇതൊക്കെ തന്നെ പണി. എനിക്കിതാണ് എന്റെ എൻജോയ്മെന്റ്, അതാ അവിടെയാ ലൈഫ് ഉള്ളൂ. ദെൻ ഇത് കഴിഞ്ഞ് ഇവർ എന്നെ കാനഡയ്ക്ക് പറഞ്ഞു വിടാനുള്ള പണികളൊക്കെ തുടങ്ങി. ആൻഡ് വൺ ഫൈൻ ഡേ ഐ അണ്ടർസ്റ്റുഡ്, ഇനി ഇവിടെ കിടന്ന് സഫർ ചെയ്തത് പോരാണ്ട് ഇനി കാനഡയിലും കൂടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ഡിപ്രഷനായി പോകുന്നത് എനിക്ക് തന്നെ മനസ്സിലായി. എൻ്റെ മൈൻഡ് കയ്യിൽ നിന്ന് പോകുന്നുള്ള. അപ്പം ഞാൻ റിബൽ ചെയ്ത് ഞാൻ പോകൂല. അന്ന് എനിക്ക് ഓൾമോസ്റ്റ് 5 lakhs കടം, ഒരു എഡ്യൂക്കേഷൻ ലോൺ, നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ആ കാശ് ഓൾറെഡി പൊട്ടി. എന്നിട്ട് ആ പണിക്ക് പോവില്ല എന്നാണ് പറയണത്. വലിയ സീനായിരുന്നു. പക്ഷെ അന്ന് മുതൽ ഞാനിങ്ങനെ കുറെ ഇവന്റ്സുമായിട്ടൊക്കെ ഇങ്ങനെ ധൈര്യം വന്നെന്നാ ഞാൻ ആലോചിക്കുന്നത്. അപ്പന്റെ അമ്മയുടെ മുഖത്തൊക്കെ വെറുതെ പറയുന്നില്ല. ഞാൻ എന്റെ പുസ്തകം എല്ലാം കൂടെ കൊണ്ടത്, അത് കുറെ തർക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാം കൂടി ഇട്ടിട്ട് ഇതങ്ങോട്ട് കത്തിക്കുക, എന്നെയും കൂടി ഇട്ട് കത്തിക്കുക, ഇങ്ങനത്തെ ഡയലോഗ് ആയിരുന്നു. ഭീഷണിയൊക്കെ മുഴക്കി. ദെൻ ഞാൻ എൻ്റെ കയ്യിലുള്ള അന്നത്തെ വെറും മാർക്ക് ലിസ്റ്റ് മാത്രം വെച്ചിട്ട് ഞാൻ കുറേയും ഈ വണ്ടി കമ്പനികളിലൊക്കെ പോയിട്ട്, എനിക്ക് എവിടെ പോകണമെന്ന് അറിയാം, എന്ത് ജോലിയാണെന്ന് അറിയത്തില്ല. ഞാൻ ലിറ്ററലി ഐ വെന്റ് ടു ഓൾ ദ കാർ കമ്പനീസ്. അറിയില്ല, ഒരു ജോലി വേണം. അങ്ങനെ പല സ്ഥലത്ത് പോയി. ഒരു സ്ഥലത്ത് ഞാൻ റിസപ്ഷനിസ്റ്റ് ആയിട്ടിരുന്നു കുറച്ചാള്, സെയിൽസിൽ ഇങ്ങനെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഫ്രണ്ട് ഡെസ്കിൽ ഇരുന്നു. ദെൻ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഈ ഇവന്റ്സിൽ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ, ഇവന്റ്സിന്റെ സപ്പോർട്ടായിട്ട്.
എന്നിട്ട് അവിടെ നിന്നാണ് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഈ കൊച്ചിന്റെ ഇംഗ്ലീഷ് ഒക്കെ കൊള്ളാം, അങ്ങനെ ഞാൻ ചെറിയ ചെറിയ ആങ്കറിങ് ഒരു 1 year ഫുൾ ആങ്കറിങ് ചെയ്ത് ഇങ്ങനെ ലോക്കൽ ഷോസും അതും ഇതും മോളിലത്തെ പരിപാടിയൊക്കെ. എന്നിട്ടാണ് ഡീഫ ഡാൻസിൽ ഞാൻ ആങ്കറായിട്ട് വന്നത് ത്രൂ ഓഡിഷൻ ഓൺലി. കുറച്ച് വെറുതെ അല്ല, കുറച്ച് നടന്ന് നല്ലോണം. പക്ഷെ ആ ഒരു സ്ട്രഗിൾ ഫീൽ ഗുഡ് അല്ലേ? അന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, നമ്മളങ്ങ് ചെയ്യുവാണ്, സർവൈവലാണ്. Ali's Kitchen. Let's cook with love.